ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 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 Hey Binjoy, please come. യെസ് മാം. എബിൻ, ഹെഡ് ഓഫീസിലേക്ക് മെയിൽ അയച്ചതിന്റെ റിസൾട്ട് എന്തായി? മാം അത് പിന്നെ വാട്ട് ദി ഹെൽ ആർ യു ഡൂയിങ്? ഒരു മെയിൽ അയക്കാൻ പറഞ്ഞിട്ട് അതുപോലും ചെയ്യാൻ പറ്റാത്ത നീയൊക്കെ പിന്നെ എന്തിനാ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തേ? മാം അത് ഇന്നലെ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട്. എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കണ്ട. മൈ പോളിസി ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. അണ്ടർസ്റ്റാൻഡ്? ഇറങ്ങി പോടോ എൻ്റെ മുമ്പിൽ നിന്ന്. കൗണ്ടേഴ്സ്. ഗുഡ് ഈവനിങ്. എന്താ ലേറ്റ് ആയേ? സോറി ടീച്ചർ, കുറച്ച് ലേറ്റ് ആയി പോയി. കുറച്ചല്ല, ഇത് സ്ഥിരമാക്കണ്ട. സോറി ടീച്ചർ. ഇതാ ബാഗ്. കുഞ്ഞ് ക്ഷീണിച്ചൊരു വകയായി. അയ്യോ, മോന് കണ്ണിനെന്ത് പറ്റി? കൂട്ടുകാരന്റെ കൈ കൊണ്ടതാ. ആണോ? ആന്റി, എന്താ കഴിക്കാനുള്ളേ? അതോ, മോനെ എന്താ കഴിക്കാൻ വേണ്ടേ? ആന്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ജോഹാൻ, ആദ്യം നീ പോയി കുളിച്ച് ഫ്രഷ് ആയി വാ. മോൻ വായു. ഇതാ ചേച്ചി, ഇതാ കാറിൻ്റെ കീ. ആ ശരി. റീന, വീട്ടിൽ നിന്ന് ഫോൺ വന്നിരുന്നു. എന്താ വിശേഷിച്ച്? ഭർത്താവിന് തീരെ സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ഒന്ന് അവിടം വരെ ഒന്ന് പോണം. അതിനെന്താ, ഇനി 2 ദിവസം പബ്ലിക് ഹോളിഡേ അല്ലേ, ഞാൻ മാനേജ് ചെയ്തോളാം. ഓ ശരി.
ഹലോ. ഹലോ. ആ, ഇന്ന് സാമിൻ്റെ ആണ്ടാണല്ലേ? അതെ. കല്ലറയിൽ പൂവ് ചിരിക്കുന്നത് കണ്ടു. 5 വർഷങ്ങൾ പോയതറിഞ്ഞില്ല. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം സാം കാണുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ സാമിന്റെ അനുവാദം ചോദിക്കാൻ വന്നിരിക്കുക. അഖിലിനെ
നമ്മുടെ കുഞ്ഞിന്റെ പപ്പയായി സ്വീകരിച്ചോട്ടെ. മമ്മി ഞാനിന്ന് രാവിലെ പള്ളി തുറക്കാൻ വന്നപ്പോൾ ആരോ ഒരാൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. വെളുപ്പംകാലായതുകൊണ്ട് ആരാ എന്താന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ പോയി. വിശക്കുന്നില്ലേ? വാ, ഫുഡ് കഴിക്കാം. വിശക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോ ഇപ്പോ എനിക്ക് അഖിൽ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളെല്ലാം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ എന്തിനാ നീ? എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട്. നൂറായിരം ചോദ്യങ്ങൾ ചുറ്റുപാടിൽ നിന്നുണ്ടാവും. അല്ലെങ്കിൽ സമൂഹം തന്നെ അതിനൊരു തീരുമാനം എടുക്കും. അതിനു മുന്നേ നമുക്ക് ലീഗലായി രജിസ്റ്റർ ചെയ്യണം. അഖിൽ, സാമിൻ്റെ മരണശേഷം ജീവിതത്തിൽ എന്നും ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്ന എനിക്കിപ്പോൾ ഈ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോൾ കൂട്ടിനൊരാളൊപ്പമുണ്ടെന്നുള്ള തോന്നലല്ല, ജീവിതാവസാനം വരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കും. ഈ സാധനം എങ്ങനെയുണ്ടാ? സാധനം പൊളപ്പനട്ടാ. പൊളപ്പൻ സാധനം കൊള്ളാലടാ. നാളേക്ക് തല പൊങ്ങും തോന്നില്ല, കുറച്ചടിച്ചാൽ മതി. പറഞ്ഞാലും അത്ര എളുപ്പം കിട്ടുന്ന സാധനമൊന്നുമില്ല, ഞാൻ തപ്പി കണ്ടുപിടിച്ചാ. ഇനി ഒരു സ്ഥലത്ത് പോയാലും ഈ സാധനം കിട്ടില്ല. അതന്നെ പോകണമെങ്കിൽ ഇപ്പൊ തന്നെ പോകണം. ഒരു സെക്കൻഡ്. ഹലോ, എവിടെയാ? എന്താ നീ വിളിക്കാഞ്ഞത്? ഇന്നൊരു സുഖമില്ലായിരുന്നു. നാളെ കാണാം. ബൈ. നമുക്കൊരു ട്രിപ്പ് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. മൂന്നാർ വെച്ച് ബാക്കി എവിടെ പിടിക്കാം. നല്ല സ്ഥലമാണ് വയനാട്. എവിടെയാണെങ്കിലും പിടിക്കാം. ആ അതാണ്. ഒന്നുകൂടി വിളിക്കടാ. ആ എന്തായി അളിയാ, അളിയന്റെ മിയാചരിതം. എടാ വരണേ, ജീവിക്കണമെങ്കിൽ ഇവനെ പോലെ ജീവിക്കണം. കാശിന് വല്ല പഞ്ഞുണ്ടോ? ചോദിക്കുമ്പോ കൊടുക്കാൻ ആളുകളല്ലേ. ഓ ഭാഗ്യവാൻ. അവ സുഖിച്ച് ജീവിക്കട്ടാ, അവൻ്റെ ഒരു ഭാഗ്യല്ലേ. അസൂയപ്പെട്ട് ഒരു കാര്യമില്ല. ഒന്നും കാണാതല്ലല്ലോടാ, കോടികളുടെ മുകളിലല്ലേ കിടത്തോ. എടാ മതിടാ, കുറച്ച് കയറ്റ്. ഞാൻ നിർത്തി. എന്ത് പറ്റി? ഒരു സന്തോഷമില്ലല്ലോ. അത് പിന്നെ ഇന്നലെ ഒരു പാർട്ടിക്ക് കൊടുക്കേണ്ട ക്യാഷ് ബ്ലോക്കായി. അതൊന്നും കൊടുത്തില്ലെങ്കിൽ. അതിനാണോ അഖിൽ ഇത്ര വിഷമിച്ചിരിക്കുന്നേ? എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? ഹൗ മച്ച്? 20 lakhs. വാട്ട്? 20 lakhs? അഖിൽ എന്താ തമാശ പറയാണോ? അതെ,
സാമിന്റെ മരണത്തെ തുടർന്ന് കിട്ടിയ ലക്ഷക്കണക്കിന് ഇൻഷുറൻസ് തുകയും അവന്റെ എല്ലാ സമ്പാദ്യവും നിന്റെ കയ്യിലില്ലേ? അതെനിക്ക് കിട്ടണം, കിട്ടിയേ പറ്റൂ. ഇത് നിന്റെ ഔദാര്യമായിട്ട് കരുതണ്ട, വേണ്ടപ്പെട്ടവർക്കുള്ള അവകാശമായി കണക്കാക്കിയാൽ മതി. എന്ത്? ഇതാ നോക്ക്, നിന്റെ ഭർത്താവാകുന്നതിന് മുമ്പ് സാം ഞങ്ങളുടെ എല്ലാമായിരുന്നു. അവനെ ഞങ്ങളിൽ നിന്ന് നീ അകറ്റിയില്ലേ? ഇങ്ങനെ ഒരു വരവ് നീ പ്രതീക്ഷിച്ചില്ല അല്ലേ? സാം, അതെ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഞാൻ എന്തിനാണ് നിന്നെ തേടി വന്നതെന്ന്? എന്റെ അപ്പനും അമ്മയ്ക്കും കൂടെ അവകാശപ്പെട്ട മുതലാണ് ഇപ്പൊ നീ നിന്റെ കൊച്ചും കൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓഹോ, അപ്പൊ ഇതായിരുന്നു നിന്റെ ഉദ്ദേശം അല്ലേ? നീ എന്നെ ചതിക്കായിരുന്നല്ലേ? പിന്നെ സാമിലൂടെ ഞങ്ങൾക്ക് വന്ന സമ്പാദ്യം അത് ഞങ്ങളുടെ മോൻ പ്രായപൂർത്തിയാവുമ്പോ അവൻ തീരുമാനിക്കും അതെന്ത് ചെയ്യണമെന്ന്. അതും പ്രതീക്ഷിച്ച് ആരൂടെ നിക്കണമെന്നില്ല. എടീ, ഒരു ഫോട്ടോയും കാണിച്ച് കുടുംബകഥയും പറഞ്ഞുകൊണ്ട് വന്ന അതെല്ലാം വിശ്വസിക്കാൻ ഞാനൊരു മണ്ടിയാണെന്ന് വിചാരിച്ചോ? നീ അറിയാതെ പോയ ഒരു കാര്യം കൂടിയുണ്ട് എന്റെ ജീവിതത്തില്. ഞാനും സാമും ഒരേ ഓർഫനേജിൽ വളർന്ന് കല്യാണം കഴിച്ചവരാ. റീനേ, നീ അതെടി ഞാൻ തന്നെ വേണം നിന്റെ സമ്പാദ്യം മുഴുവനും. അതിനു വേണ്ടിയോ ഞങ്ങൾ രണ്ടാൾ ഈ കളിയൊക്കെ കളിച്ചത്. ഇത്രയും നാളും എന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇവൻ കളിച്ചു. ഇനി നമ്മൾ നേരിട്ട്, ഇനി ഞാൻ വിചാരിക്കാതെ നീയും നിന്റെ മോനും പുറലോക്കം കാണില്ല. ആന്റി, എന്റെ മമ്മിയെ വിടോ. അയ്യോ, എന്റെ മോൻ. വീട്. വാ. ഏയ്, വിടരുത് അവളെ. നിക്കടി അവിടെ. വിടടാ. ഹലോ. രണ്ടുപേരും വെറുതെ വിടരുത്. ഹലോ. എടാ, പിടിക്കാനാ പറഞ്ഞെ. ചെല്ലടാ അങ്ങോട്ട്. ഡേയ്, വാതിൽ തുറക്കടി. ഞങ്ങളെ എടീ, രക്ഷിക്കണം, സാർ. തുറക്കാൻ. മാറിക്കിടി, മാറിക്കണം. അയ്യോ, എന്റെ മോൻ. വീട്. അയ്യോ. മാറിക്കണം. നിന്റെ വിളച്ചിലുണ്ടോ? വീട് എന്റെ കയ്യിൽ എടീ, എണീക്കടി. കയ്യിന്ന് വിടും. ഒപ്പിടറി. ഒപ്പിടാനാ പറഞ്ഞത്. ഒപ്പിടറി. ഇടടി ഒപ്പ്. ഇതാ. എടീ, എടാ, അവള് പോലീസിനെ വിളിച്ചിട്ടുണ്ടെന്ന്. എടാ, വിടാനാ പറഞ്ഞേ. എടാ, വാ, വന്നേ ഇങ്ങോട്ട്. വരേ. മോനെ. നടക്കടാ അങ്ങോട്ട്. നാളെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം, ഒരു പരാതി എഴുതി കൊടുക്കണം. ആ വണ്ടി എടുത്തോ.